ആരുടെത്തായിരുന്നാലും ഞങ്ങൾ സംസാരിക്കും, അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കും. അപ്പൊ അവര് തിരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓരോ ത്രെഡ് കിട്ടും. അപ്പൊ ഞങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് രാത്രി ഇരുന്നിട്ട് ഞങ്ങൾ പിറ്റന്നത്തെ എന്തായാലും ഒരു 3-4-5 റീൽ ഞങ്ങൾ ഒരു ദിവസം എടുക്കും. അപ്പൊ ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് ഞങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടെ നോക്കാനായിട്ട് ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അവര് നല്ല സപ്പോർട്ടീവ്. ഇവരിപ്പം ശരിക്കും ക്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് പറകില് വെച്ച് നമ്മള് കൂടുതൽ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അതെ, അവരായിട്ട് തന്നെ അവരുടെ പഠിത്തം ബ്രേക്ക് വരുമ്പോ എടുക്കാന്ന് പറയും അങ്ങോട്ട്. ഇനിയിപ്പൊ നീറ്റ് അതിന്റെ ഒരു ഇതിലോട്ട് പുള്ളി പോകുന്നുണ്ട്. സമയം കിട്ടത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ അവരെ ഇൻവോൾവ് ആക്കാത്ത ഒരു ഇതിലാണ് നമ്മൾ തന്നെ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്തായാലും നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നാണ് എടുക്കുന്നത്. പൊതുവേ ട്രിവാൻഡ്രംകാരെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രംകാരുടെ സ്ലാങ് വെച്ചിട്ട് ഒരു കളിയാക്കലുകളുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ ചേട്ടാ ട്രിവാൻഡ്രംകാരുടെ സ്ലാങ് അല്ലല്ലോ. അപ്പൊ എന്താ ട്രിവാൻഡ്രംകാരെ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോ ദേഷ്യം വരാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇപ്പൊ പറയുമ്പോലല്ലോ വീഡിയോയിൽ വ്യത്യാസമുണ്ട്. അതിപ്പോ ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ആ ഒരു സ്ലാഗ് പറയുന്നത് നമ്മുടെ ഒരു തിരുവനന്തപുരംകാരുടെ ഒരു ട്രേഡ് കളിയാക്കിക്കൊണ്ടല്ലോ ചെയ്യുന്നത്. ചില ആളുകൾ കളിയാക്കൂല ഈ ഭാഷ ഇങ്ങനെ മോശമാക്കുക. അതൊക്കെ ഇഷ്ടപ്പെടാം. അത് അങ്ങനെ ഇപ്പൊ കളിയാക്കുന്നവര് ഇപ്പൊ അത് ഭാഷയെന്നല്ല, ചിലപ്പം ഈ പറഞ്ഞ മാതിരി എന്ത് കണ്ടാലും കളിയാക്കുകയും വിമർശനം ചെയ്യുന്നവര് അത് അവരുടെ ഒരു, നമ്മൾ എന്ത് ചെയ്താലും വിമർശിക്കും. പിന്നെ നമ്മളൊരു എന്തിപ്പം ഞങ്ങളെ വീഡിയോസിൽ ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്, പിന്നെ സപ്പോർട്ട് വരാറുണ്ട്. അത് ഇപ്പൊ എന്തിപ്പോ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞ പോലെ വിമർശനങ്ങളും പോസിറ്റീവും നെഗറ്റീവും നമ്മൾ എടുത്തേ പറ്റും. വിമർശനങ്ങൾ വരാറുള്ളത് കൂടുതൽ എന്തിനായിരിക്കും? വിമർശനങ്ങൾ വരാറുള്ളത് കൂടുതലായിട്ട് വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടേതായിട്ട് ഇപ്പൊ വലിയൊരു ഒരു ഭയങ്കര ഒരു സംഭവമല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഭയങ്കര ഹൈഫൈ ലെവലിലുള്ള കണ്ടന്റുകളല്ല ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണക്കാര് ഒരു വീട്ടിൽ നടക്കുന്നത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിപ്പോ നമ്മുടെ ഈ പറയുന്ന സാധാരണക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കാണുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. അത് കാണുമ്പോൾ അവർ പറയും, അവർക്ക് ചിലപ്പോ നിങ്ങൾ അത് പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല. ഞങ്ങള് പിന്നെ അത് വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. ഒത്തിരി അടിക്കുന്നു വീഡിയോ ആണെന്നവർക്ക് അറിയില്ല. വീഡിയോ അവര് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയായിട്ടാ ഫീൽ ചെയ്തത്. ഉറപ്പായിട്ടുമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇത് നമ്മള് എന്തായിരുന്നാലും ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതെ, ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. കോവിഡ് തുടങ്ങിയിട്ടാണെങ്കിലും പോകുന്നത് കുറച്ച് പേരല്ലേ ഉള്ളൂ. നമ്മളെ മൈൻഡ് നല്ലതാണെങ്കിലല്ലേ നമുക്ക് വീഡിയോ മറ്റുള്ളവർ ചിരിപ്പിക്കണ്ടേ, അതൊരു വലിയൊരു നമ്മുടെ മൈൻഡ് നന്നായിട്ടിരുന്നാലും നമ്മളെ മൈൻഡ് നന്നായിട്ടേ നമുക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാം. ഒരു കുടുംബം കൊണ്ടുവന്നാലേ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 2 ടീനേജേഴ്സിനെ നോക്കുമ്പോ എല്ലാവരും പറയല്ലോ, ടീനേജേഴ്സ് അവരുടെ ഒരു 11-12 വയസ്സൊക്കെ മുതൽ ശ്രദ്ധിക്കണം. അതൊക്കെ ശരിക്കും പറഞ്ഞാല് എങ്ങനെ ഉണ്ടായിരുന്നു ആ ടീനേജേഴ്സിന്റെ പേരന്റിങ് ഒക്കെ നോക്കുവാണെങ്കിൽ? എല്ലാത്തിലും ഒരു കണ്ണ് കാണും. ഇവിടെ അങ്ങോട്ടാണ്, നമ്മൾ അങ്ങോട്ടാണ് പറയാൻ പറ്റൂല, എന്നെ ഇങ്ങോട്ട് തിരിച്ചു പഠിപ്പിക്കും. പുള്ളിയുടെ A to Z എങ്ങനത്തെ ഡ്രസ് ഇടണം, എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം, പിന്നെ ഞാൻ ഏത് ഡ്രസ് ഇടണം, എങ്ങനെ ഒരുങ്ങണം, അതെല്ലാം ഇവരാ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടമുള്ളതിനെ പറയാം, അത് കൊള്ളൂല. ഇവരാണ് ഇവരെ ഇഷ്ടത്തിന് എടുത്ത് തരുള്ളൂ, അത് ഇട്ടാ മതി. അങ്ങനെ ഹെയർ സ്റ്റൈലിൽ അമ്മ അങ്ങനെ. നിങ്ങളാണ് പേരൻസ്. നടക്കണം. സാധാരണ ഇവിടെ പാരന്റ്സ് അല്ലേ രാവിലെ മക്കളെ വിളിക്കുന്നത്, ഇവിടെ തിരിച്ച് അങ്ങോട്ട് വിളിക്കണം. ആക്ച്വലി അവര് ടയേർഡ് ആയിട്ട് 2 മണിയൊക്കെ ആവും ഉറങ്ങാൻ. കാരണം എല്ലാം നോക്കിയിട്ടല്ലേ എഡിറ്റിംഗ് എല്ലാം നിങ്ങൾ അപ്പൊ വന്ന് വിളിക്കും, അമ്മ എണീര് നേരായി മതി ഉറങ്ങി. സ്വന്തമായിട്ടൊക്കെ സ്കൂളിലൊക്കെ എണീറ്റ് 3 മണിയാകുമ്പോ എണീക്കും. 3 മണിക്കൊക്കെ എണീക്കും പഠിക്കാൻ വേണ്ടി. ആണോ? എത്ര മണിക്ക് കിടക്കും അപ്പൊ? കിടക്കണ 11 ചിലപ്പം 10-10:30 എന്നാലും 11 കൂടുതലും ഞാൻ. അപ്പൊ തനിയെ ചായ ഒക്കെ ഇട്ടിട്ട്
അയ്യോ ഞാൻ അറിയില്ല. കല്യാണം ചായ ഇട്ട് കുടിച്ച് പഠിക്കും. അടിപൊളി. നീയോ? നമുക്ക് അപ്പൊ അങ്ങനത്തെ ചായ ശീലമൊന്നും കുടിക്കില്ല, അതൊന്നുമില്ല അവന്. എത്ര മണിക്കാ മോൻ? എത്ര മണിക്ക്? പഠിക്കാനുള്ളതൊക്കെ രാത്രി ഇരുന്ന് പഠിക്കണം, അല്ലാതെ രാവിലെ ഉറക്കമൊക്കെ അവിടെ ഒരു രാത്രി പഠിക്കാറുണ്ടോ എന്ന് ഉറക്കം എനിക്ക് വേണം സംശയമുള്ളൂ. ആ അത് നിനക്ക് ബുദ്ധി കൂടുതലായിട്ട്. അതെ, അതെ. പേര് വായിച്ചു നോക്കി അപ്പോഴേ മനസ്സിലാവൂലേ? അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇവരെ ഈ ഗേൾസ് എന്ന് പറയുന്ന കാണാപ്പാടം പഠിക്കും, നമ്മൾ അങ്ങനെയല്ല. ഓ ഞങ്ങളൊന്നും കാണാപ്പാടം പഠിക്കുന്നതല്ല. ഭയങ്കര പറഞ്ഞു കൊടുക്കാൻ കൊണ്ട് അത് ഞാൻ കാണാറുണ്ട് കാണാപ്പാടം പഠിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം. തർക്കം. അടിപൊളി. എല്ലാവരും എന്തായാലും അവരവരുടേതായിട്ട് രീതിയിൽ അങ്ങ് പഠിക്കട്ടെ അല്ലേ? അതെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മുടെ ഈ കണ്ടൻസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നത് ആരാ? ചേട്ടനാണോ ചേച്ചിയാണോ? അതോ രണ്ടുപേരും പോവാ. ഞാനായിരുന്നു അവരെ ഒഫീഷ്യൽ ക്യാമറ, അപ്പൊ എനിക്ക് രണ്ടുപേരും തെറ്റിക്കും. ശരിക്കും അപ്പം നിങ്ങൾ സെൽഫായിട്ടല്ല ഷൂട്ട് ചെയ്തോ? ഒരാള് ക്യാമറ വെച്ച്? അല്ല അല്ല ആദ്യം തുടക്കം പക്ഷെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് റീൽ എടുക്കാൻ വേണ്ടിട്ട് ഒരു മാഡം ഉണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഷോർട്സ് മാത്രമാണല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ലോങ് വീഡിയോ വേണ്ടാതെ മനഃപൂർവ്വം അതെന്താന്നറിയോ, ഞങ്ങള് നമ്മള് നോക്കിയത് ലോങ് വീഡിയോസ് കൂടെ ചെയ്ത് നോക്കി. പക്ഷെ ഇതിൽ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ ഷോർട്സ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടാതെ, ഇപ്പം ഒരുപാട് ഈ ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ്സായി ഭയങ്കരമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ സംഭവങ്ങള് ഒരു 10, 15, 20 സെക്കൻഡിനുള്ളിൽ സംഭവം കഴിഞ്ഞു, കണ്ടന്റ് കഴിഞ്ഞു, പറയാനുള്ള സംഭവം മനസ്സിലായി, അവര് ചിരിച്ചു, അവിടെ കഴിഞ്ഞു കാര്യം. ഒരുപാട് ഇട്ട് അങ്ങനെ ഞാൻ നോക്കി, ഞാൻ പലയിടത്തും ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് ഇല്ല, നിങ്ങളുടെ ഷോർട്സ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കാണിക്കണ്ട. അതാണ് ഇതിപ്പോ നമുക്കൊരു അബദ്ധം പറ്റി, അതിന് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡിൽ കാര്യം പറയുക. അത് കാണുമ്പോൾ മറ്റൊരാൾ കാണുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ അതവര് ചിരിക്കും, ഇത് എനിക്കും പറ്റിയതല്ലേ ഇത് അവരങ്ങ് ചിരിച്ച് അത് അവിടെ കഴിഞ്ഞു. പിന്നെ അതിനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ ഈ ഷോർട്സ് ആണ്. പേഴ്സണലി ഇതുപോലെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? ഇങ്ങനെ നല്ല അല്ലേ? ഒരുപാട് വിളിക്കാറുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഏത് ഓഡിയൻസാ കൂടുതല്? ഫാമിലി ഓഡിയൻസാ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങള്, പിന്നെ വയസ്സായ അമ്മമാർക്ക്, ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ, കൊച്ചുകുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നല്ല ഒത്തിരി ഫാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് വിളിക്കാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. പുറത്തൊക്കെ ഇറങ്ങുമ്പോ തിരിച്ചറിയാ ഒരുപാട്. അതായത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ഓഡിയൻസ്. കാരണം ഫാമിലി ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഫാമിലി ആയിട്ട് ഇരുന്ന് എല്ലാവർക്കും കാണാം. അതിൽ പിന്നെ വേറെ ഒരു കുഴപ്പങ്ങളില്ല. അതുകൊണ്ട് മക്കളായിട്ടും അമ്മമാർക്കും എല്ലാവരും ഇരുന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫാമിലി ഓഡിയൻസ് അവർ മക്കളായിട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് വന്ന് ഞങ്ങളടുത്ത്. ഇന്നിപ്പോ തന്നെ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും ഞങ്ങൾക്ക് ഭയങ്കര, എവിടെ പോയാലും ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, വന്ന് സെൽഫി എടുക്കുന്നുണ്ട്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതെ. ഇപ്പൊ ഈ ലൈക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവ് ആയതിനു ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, ഞങ്ങള് എന്താ പറയാന്, ഇപ്പൊ ഞങ്ങള് എന്താ പറയാ, നമ്മളിപ്പോ ഒരു 2-3 വർഷത്തിന് മുമ്പ് നമ്മളിപ്പോ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ഇപ്പോഴതല്ല സ്ഥിതി. ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോൾ, കാരണം ചില സമയത്ത് ഞങ്ങൾ റോഡിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും ആൾക്കാർ പെട്ടെന്ന് വണ്ടിയിൽ പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരും. നമ്മളെ കണ്ടോട്ടെ തിരിച്ചു വന്ന് വണ്ടി അയ്യോ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞു വണ്ടി വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അവിടെ വെച്ച് വഴക്ക് കൂടുന്നുണ്ടോ ഇല്ലയോ അപ്പൊ നമുക്ക് കാരണം അതൊരു 3-4 വർഷത്തിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എൻ്റയർലി നമ്മുടെ ലൈഫിലൊരു നല്ലൊരു ചേഞ്ചിങ്ങും വലിയതായിട്ടുള്ള നല്ലൊരു മാറ്റവും എന്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്താ പറയാൻ, ഈ ഒരു ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം.